ഹായ് എവരി വൺ, വെൽക്കം ടു സ്കൂൾ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇന്ന് NMMS പരീക്ഷയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പേപ്പർ 1 അഥവാ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതൊരു പരീക്ഷയ്ക്കാണെങ്കിലും നമ്മൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയുക എന്നുള്ളത് അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ് വൈസ് ടോപ്പിക്കിലേക്ക് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെയാണ് ആദ്യത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു പരീക്ഷയുടെ ഒരു പാറ്റേണും അതുപോലെ തന്നെ നമ്മൾ മെൻ്റൽ എബിലിറ്റിക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ്. സോ നമുക്ക് നോക്കാം. ബേസിക് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇന്ന് മെൻ്റൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. അപ്പോൾ പരീക്ഷയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. പരീക്ഷ എന്ന് പറയുമ്പോൾ NMMS പരീക്ഷ എന്ന് പറയുമ്പോൾ അതിന് 2 പേപ്പറുകളാണുള്ളത്. 2 പേപ്പർ, ഒന്ന് സാറ്റ് അഥവാ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, 2 മാറ്റ് അഥവാ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നതാണ്. അതിൽ പേപ്പർ 1 എന്ന് പറയുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് അഥവാ മാറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഷോർട്ടാക്കിയിട്ട് പറയുന്നതാണ് മാറ്റ് എന്നുള്ളത്. യെസ്, അപ്പോൾ മാറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിൻ്റെ ബേസിക്സ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇതിൽ വരുന്നത് ഈ പേപ്പറിനെ നമ്മളൊന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 90 ആണ്. അതുപോലെ തന്നെ ടോട്ടൽ മാർക്ക് 90 ആണ്. ടോട്ടൽ ടൈമും 90 ആണ്. അതിനർത്ഥം എന്താ? നമുക്ക് ഒരു ചോദ്യം ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആയിരിക്കും എന്നാണ്. അപ്പൊ നമുക്ക് ഒരു ചോദ്യത്തിന് അലോട്ടഡ് ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. സോ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് നമ്മുടെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അതിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാറ്റിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അഥവാ 90 ആണ്, മാർക്ക് 90 ആണ്, ടൈമും 90 ആണ്. ഒരു ചോദ്യം, ഒരു മാർക്ക്, 1 മിനിറ്റ് ആണ് അതിന് അനുവദിച്ചിട്ടുള്ള ടൈം. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏറ്റവും മിടുക്കരായ കുട്ടികളാണ്. നിങ്ങളോട് പറയാൻ തന്നെ എനിക്ക് ചെറിയൊരു ചടപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അഡിഷൻ അഥവാ കൂട്ടലാണ്. കൂട്ടാൻ അറിയണം. യെസ്, കൂട്ടാൻ അറിയാത്തവർ ആരും ഉണ്ടാവില്ല എന്നറിയാം. അതുപോലെ തന്നെ കുറക്കാൻ അറിയണം അഥവാ സബ്ട്രാക്ഷൻ അഥവാ കുറക്കൽ. യെസ്, പിന്നെന്താ അറിയേണ്ടത്? ഡിവിഷൻ അറിയണം. ഡിവിഷൻ ഇത് ബേസിക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു പോകുന്നത്. ഡിവിഷൻ, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഗുണനം. യെസ്, ഗുണനം. ഇത് ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക് ഓപ്പറേഷൻ ആണല്ലോ, അഥവാ കണക്കിലെ ക്രിയകളാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്രിയകളാണ്. ഇത് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മെൻ്റൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഇതിന് കൂടെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് വർഗ്ഗങ്ങൾ അഥവാ സ്ക്വയർ, പിന്നെന്താണ് സ്ക്വയർ റൂട്ട്, ക്യൂബ്, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു കാര്യം കൂടെ ഉണ്ട്, അതെന്താണെന്നറിയോ? നമ്മൾ LKG തൊട്ട് പഠിച്ചിട്ടുള്ള ABCD കൂടെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമാണ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ നമുക്ക് സ്കോറിങ് പോസിബിൾ ആവുള്ളൂ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതും ഇത്രയും കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ ബേസിക്സ് ആണ്. നിങ്ങൾ നോക്കുക, സ്ക്വയേഴ്സ്, അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. സ്ക്വയേഴ്സ് എന്താണ്? സ്ക്വയർ അഥവാ വർഗ്ഗങ്ങൾ എന്നുള്ളതാണ് കേട്ടോ. വർഗ്ഗങ്ങൾ എന്നുള്ളതാണ് മലയാളം. യെസ്, സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വർഗ്ഗങ്ങൾ. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് സ്ക്വയർ ആയിട്ട് കിട്ടുക. ഇപ്പോൾ ഞാനൊരു M എന്ന് പറയുന്ന ഒരു ലെറ്റർ എടുക്കുകയാണ്. ഈ M-നെ നമ്മൾ M കൊണ്ട് തന്നെ ഗുണിച്ചാൽ M × M എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് M സ്ക്വയർ എന്ന് എഴുതും അല്ലേ? ഇതേ രീതിയിൽ നമ്മൾ ഇതിലേക്ക് വരുന്നു. 1 × 1 എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് എഴുതാൻ പറ്റുക 1ന്റെ സ്ക്വയർ എന്നുള്ളതാണ്. അപ്പോൾ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നതാണല്ലോ സ്ക്വയർ അല്ലെങ്കിൽ വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അത് വളരെ കുറച്ച് നമ്പേഴ്സ് മാത്രം പഠിച്ചാൽ മതി, കൂടുതലൊന്നുമില്ല. 1 മുതൽ 30 വരെയുള്ള. ഇപ്പോൾ 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ തന്നെ തുടങ്ങുന്നത് നമുക്കറിയാം. മാത്സിലെ 1ാമത്തെ ചാപ്റ്റർ തന്നെ തുടങ്ങുന്നത് വർഗ്ഗമൂലങ്ങൾ എന്ന് പറയുന്ന സംഭവമാണ്. അതിൽ 30 വരെ കണ്ടെത്താനുള്ള എളുപ്പ വഴികളൊക്കെ നമുക്ക് അതിൽ കിട്ടും.
സോ ഈ വർഗ്ഗങ്ങളെ അഥവാ സ്ക്വയറും സ്ക്വയർ റൂട്ടും ക്യൂബും ക്യൂബ് റൂട്ടും ഒക്കെ പഠിച്ചെടുക്കുക എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ തുടങ്ങുന്നതാണ്. അപ്പൊ അത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. സ്ക്വയേഴ്സ് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിയാം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സ്ക്വയർ ആയിട്ട് മാറുന്നത്. അതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്താണ്, ആ സംഖ്യ ഏതാണോ അയാളുടെ മണ്ടക്ക് 2 കൊടുക്കുന്നതാണ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ സ്ക്വയർ എന്നുള്ളത് നിങ്ങൾ പഠിക്കുക. സ്ക്വയർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. ഇത്രയും സ്ക്വയറുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ 1 മുതൽ 30 വരെയുള്ള സ്ക്വയറുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് മുമ്പ് പഠിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് മുമ്പല്ല, നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ, അടുത്ത ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ എഴുതിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്, നിങ്ങളുടെ പുസ്തകത്തിലൊക്കെ ഉള്ളതാണ്. അപ്പൊ നിർബന്ധമായിട്ടും ഈ സാധനത്തെ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് മെന്റൽ എബിലിറ്റിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്യൂബാണ്. ഇപ്പൊ സ്ക്വയർ ഞാൻ പറഞ്ഞു, ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ആണല്ലോ, ഗുണിക്കാണ്. എന്നാൽ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സ് ഇൻറ്റു എക്സ്, ഇതിനെയാണ് നമ്മൾ എക്സ് സ്ക്വയർ എന്ന് പറയാ. ഇവിടെ ഒരു തവണയും കൂടെ എക്സിനെ ഇട്ട് കൊടുത്താൽ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്. യെസ്, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇയാളുടെ മണ്ടക്ക് നമ്മൾ 3 കൊടുക്കും. നേരത്തെ 2 അല്ലേ കൊടുത്തത്, ഇയാളുടെ മണ്ടക്ക് നമ്മൾ 3 കൊടുക്കുക. അങ്ങനെയെങ്കിൽ ഇതിനെ നമ്മൾ ക്യൂബ് എന്നാണ് പറയാം. യെസ്, ക്യൂബ് എന്നാണ് പറയാം. അപ്പോൾ എക്സ് ക്യൂബ് നോക്കൂ, ഒരു സംഖ്യയെ 2 തവണ വീണ്ടും വീണ്ടും എന്ത് ചെയ്യാണ്, ഇപ്പോൾ 1 ഇൻറ്റു 1 ഒരു തവണ മൾട്ടിപ്ലൈ ചെയ്തു, രണ്ടാമത്തെ തവണ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, 1 ക്യൂബ് എന്ന് പറയും. യെസ്, അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ 1 മുതൽ 15 വരെയുള്ള ക്യൂബുകളും കൂടെ നമ്മൾ പഠിക്കണം. യെസ്, അപ്പൊ ഇവിടെ 1 മുതൽ 15 വരെ 20 വരെയുള്ള കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിനെ സ്കിപ്പ് ചെയ്താലും 1 മുതൽ 15 വരെയുള്ള ക്യൂബുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇത് പഠിക്കുക എന്നുള്ളത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ എത്ര ഫോൺ നമ്പറുകൾ എത്ര ഇൻസ്റ്റാഗ്രാം ഐഡികളും കാണാതെ പഠിക്കുന്നു. അതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഒരു എന്താ പറയാ, കുറച്ച് നമ്പേഴ്സേ വരുള്ളൂ. അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. എന്നാലേ നമ്മളെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 30 വരെയുള്ള സ്ക്വയറും അതുപോലെ തന്നെ 15 വരെയുള്ള ക്യൂബ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പൊ സ്ക്വയർ നമ്മൾ പഠിച്ചു, ക്യൂബ് നമ്മൾ പഠിച്ചു. ഇത് രണ്ടും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. പിന്നെ ഞാൻ പറയാതെ പോയ കാര്യമുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അഥവാ ഗുണന പട്ടികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയാതെ പോയത്. സോ അതിന് പുറമെയാണ് ഈ സ്ക്വയറും ക്യൂബും പറഞ്ഞത്. ക്ലിയർ? അടുത്തത് അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നതുണ്ട്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യകൾ. എന്താണ് അഭാജ്യ സംഖ്യ? എന്താ ഒരു അഭാജ്യ സംഖ്യ? ഒരു അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിന് ജസ്റ്റ് 2 ഫാക്ടേഴ്സ് അഥവാ 2 ഘടകങ്ങൾ മാത്രമുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയാം. ഇപ്പൊ ഉദാഹരണം, 2 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുന്നു. ഈ 2 എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മൾ എടുത്താൽ ഈ 2ന്റെ ഘടകങ്ങളായിട്ട് വരുന്നത്, ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് 2 തന്നെയാണ്, രണ്ടാമതൊരു ഘടകം വരുന്നത് 1 ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ 2 എന്ന് പറയുന്ന ഈ സംഖ്യക്ക് നമുക്ക് 2 ഘടകങ്ങളുണ്ട്, 2 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറയാം. ഫസ്റ്റ് വൺ ഏതാണ്? 2 ആണ്. ദെൻ സെക്കൻഡ് വൺ 1 ആണ്. അപ്പോൾ ഓൺലി 2 ഫാക്ടേഴ്സ്. എ നമ്പർ ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഈ പ്രൈം നമ്പേഴ്സിനെ നിങ്ങൾ പഠിക്കണം. അത് 1 to 100 സിമ്പിളാണ്. 1 മുതൽ 100 വരെ ആകെ നിങ്ങൾക്കറിയാലോ, 1 മുതൽ 100 വരെ 100 സംഖ്യയുള്ളൂ. അത് നമ്മൾക്കൊക്കെ കാണാതെ അറിയാം. എന്നാൽ അതിനിടയ്ക്കൊരു 25 സംഖ്യകളാണ് നമുക്ക് ആകെ വരുന്ന ഈ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നതിലുള്ളത്. അതിനെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ അതും നമുക്ക് സ്കോറിംഗ് ആണ്. യെസ്, അപ്പോൾ സ്കോറിംഗ് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഈ ടോപ്പിക്കിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യകൾ. 2 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ഒരു നമ്പർ അതിന് 2 ഘടകങ്ങളെ ഉള്ളുവെങ്കിൽ എന്താണ് അതിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. ഇനി 2 ഞാനിവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞത്. ഓർത്തു വെച്ചോ, 2 എന്ന് പറയുന്നതാണ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ. 1, 2
ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ. യെസ്, സ്മാളസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. യെസ്, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ. ഇതേ 2 തന്നെയാണ് ദ ഓൺലി ഈവൻ നമ്പർ. യെസ്, അതായത് പ്രൈം നമ്പർ ആയിട്ടുള്ള ഏക ഈവൻ നമ്പർ എന്ന് പറയുന്നതും ഏതാണ്? നമ്മുടെ ഈ ഒരു 2 എന്ന് പറയുന്ന സംഖ്യയാണ്. ക്ലിയർ ആണോടാ? അപ്പൊ മനസ്സിലാക്കുക, 2ലാണ് തുടങ്ങിയിട്ട് ഇപ്പൊ 2, 3, 5, 7 ഇങ്ങനെ പോയാൽ ഇവിടെ പിന്നെ 9 വരൂല. ഏതാ വരിക? 11 വരിക. ഓക്കെ ആണല്ലോ? ഇപ്പൊ ഇവിടെ നോക്കിയേ, 2ലാണ് തുടക്കം. റൈറ്റ്, 2 എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പ്രൈമാണ്, ഒപ്പം തന്നെ ഈവൻ നമ്പറും കൂടിയാണ് കേട്ടോ. അതായത് ഇരട്ട സംഖ്യ ആയിട്ടുള്ള ഒരേ ഒരു പ്രൈം നമ്പറും ഏതാണ്? ഈ 2 ആണ്. സോ ഒറ്റ കാര്യം കൂടെ, 1 മുതൽ 50 വരെ 15 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. 51 മുതൽ 100 വരെ 10 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. ടോട്ടലി 1 മുതൽ 100 വരെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ജസ്റ്റ് 25 നമ്പേഴ്സിനെ നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. ആ 25 നമ്പേഴ്സ് ഒന്ന് നോക്കുക. 1 മുതൽ 50 വരെയും ദെൻ 50 മുതൽ 100 വരെയും ഞാൻ നമ്പേഴ്സിനെ കൊടുത്തിട്ടുണ്ട്. എഴുതി വെക്കുക, നിങ്ങൾ പഠിക്കുക. ഓക്കെ, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇതിൽ നിങ്ങൾ ഉടായ്പ് കാണിക്കരുത്. നിർബന്ധമായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്? സ്ക്വയർ ആണ്. യെസ്, സ്ക്വയർ നിർബന്ധമായിട്ടും പഠിക്കണം എന്ന് പറഞ്ഞു. 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ ആണ്. ദെൻ രണ്ടാമത് പറഞ്ഞത് ക്യൂബുകളാണ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 മുതൽ 15 വരെയുള്ള ക്യൂബുകൾ നിങ്ങൾ പഠിക്കണം. ദെൻ പ്രൈം നമ്പേഴ്സ് ആണ് പറഞ്ഞത്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യകൾ, 2 ഘടകങ്ങളുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുക. അത് 1 മുതൽ 100 വരെ നമുക്ക് ആകെ 25 നമ്പേഴ്സേ ഉള്ളൂ. അതിന് നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞു. ക്ലിയർ? ഇപ്പം ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അടുത്തത് ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറയുന്നത്, നേരത്തെ പറഞ്ഞു, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാതെ പോയത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെയാണ്. അത് നിങ്ങൾക്ക് അറിയണം. യെസ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് പൊസിഷണൽ വാല്യൂസ് ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ LKG മുതൽ ഒരുപാട് തവണ അല്ലെ, LKGയിൽ നമ്മൾ ആദ്യം തന്നെ ജോയിൻ ചെയ്യുമ്പോൾ മുതൽ കേട്ട് പഠിച്ച സാധനങ്ങളാണ് ആൽഫബറ്റ്സ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്, ABCD ആണല്ലോ. ഈ ABCD ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. യെസ്, ഇത് നിങ്ങൾ രക്ഷിതാക്കളൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നു എൻ്റെ കുട്ടി ഇപ്പോൾ NMMS പ്രിപ്പയർ ചെയ്യുന്നു, ഇപ്പോഴും ഇവർ ABCD പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന്. അങ്ങനെ ഒന്നും കരുതണ്ട. ഇവിടെ ABCD ആണെന്ന് ഞാൻ പഠിപ്പിക്കുന്നത്. ABCD അല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇവിടെ അതിൻ്റെ പൊസിഷണൽ വാല്യൂസ് ആണ്, അഥവാ അതിൻ്റെ സ്ഥാന വിലകളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ആൽഫബറ്റിക് പൊസിഷണൽ വാല്യൂസ് എന്നാ പറയുന്നത്. ആൽഫബറ്റിക് പൊസിഷണൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ ഇംഗ്ലീഷ് ആൽഫബറ്റിനും നമുക്കറിയാലോ 1 മുതൽ 26 വരെ, അല്ലെങ്കിൽ 26 ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണുള്ളത്. 26 ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണുള്ളത്. 26 ഒന്നാമത്തെ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും, A ആണ്. 26 ഏതാണെന്ന് ചോദിച്ചാലും പറയാൻ പറ്റും, Z ആണ്. അതിനിടയ്ക്ക് റാൻഡം ആയിട്ട് ഏതെങ്കിലും ചോദിച്ചാൽ ഒരു പക്ഷേ നമുക്ക് ആൻസർ പറയാൻ പറ്റണമെന്നില്ല. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ഓയുടെ പൊസിഷണൽ വാല്യൂ എയിൽ നിന്ന് പോകുമ്പോൾ, എയിൽ നിന്ന് നമ്മൾ സെഡിലേക്ക് എഴുതുമ്പോൾ ഓ എത്രാമത്തെ ലെറ്റർ ആയിട്ടാണ് വരിക എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുപോലെ T ചോദിച്ചാൽ, S ചോദിച്ചാൽ, R ചോദിച്ചാൽ, ഇനി വേണ്ട J ചോദിച്ചാൽ, അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റണമെന്നില്ല. സോ ഈ സംഭവത്തെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. 3 രീതിയിൽ ഞാൻ ഇതിനെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഫസ്റ്റ്, ഒന്നാമത്തെ ചിത്രത്തിലേക്ക് മാത്രം നിങ്ങൾ നോക്കുക. ഒന്നാമത്തെ ചിത്രത്തിൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് അല്ലേ, അഥവാ ഇടത്തു നിന്ന് വലത്തിലേക്കാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. സാധാരണ നമ്മൾ എഴുതും പോലെ തന്നെ ഇടതു നിന്ന് വലത്തിലേക്കാണ് എഴുതിയിട്ടുള്ളത്. എയിൽ നിന്ന് സെഡിലേക്കാണ് എഴുതിയിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കിയേ, അങ്ങനെ എഴുതുമ്പോൾ എ എന്ന് പറയുന്നത് ഇതാ ഒന്നാമത്തെ ആളാണല്ലോ, ബി എന്ന് പറയുന്നത് 2, C 3, D 4, E 5 ഇങ്ങനെ പോകുന്നു. അപ്പം ഞാൻ വൺസ് അഗൈൻ നിങ്ങളോട് പറയാണ്, നമ്മൾ എഴുതുന്നത് ഇടത് നിന്ന് വലത്തോട്ടാണ്, ഇടത് സൈഡിൽ നിന്ന് അഥവാ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് എഴുതുന്നത്, അല്ലെങ്കിൽ എയിൽ നിന്ന് സെഡിലേക്കാണ് എഴുതുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ABCD ഇങ്ങനെ വന്ന് Z 26ാമത്തെ ആളാകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എഴുതുമ്പോൾ നമുക്ക് നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെയുള്ള പൊസിഷണൽ വാല്യൂസ് കിട്ടും. റൈറ്റ്. ഇനി രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നിങ്ങൾക്ക് വന്നാൽ, ഞാൻ ഇതിനെ തല തിരിച്ചാണ് എഴുതിയിട്ടുള്ളത്, അഥവാ അവിടെയുള്ള സെഡിനെയാണ് ഒന്നാമത് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതിനെ നമ്മൾ പറയും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് എഴുതിയത്, അഥവാ വലത് നിന്ന്
ഇടതിലേക്കാണ് എഴുതിയത്. ഓക്കെ, ആദ്യം എഴുതിയത് എന്താ? ഇടതുനിന്ന് വലത്തോട്ടാണ്. ഇവിടെ എഴുതിയത് എന്താണ്? വലത്തുനിന്ന് ഇടത്തോട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, വലതുനിന്ന് ഇടത്തോട്ട് എഴുതിയപ്പോ സെഡ് എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ആള് അല്ലേ? സെഡ് ആണ് ഒന്നാമത്തെ ആള്. വൈ 2 ആണ്, എക്സ് 3, ഡബ്ല്യു 4, വി 5, യു 6, ടി 7. ഇങ്ങനെയാണല്ലോ വന്നത്. ഇവിടെയോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അഥവാ ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതുമ്പോൾ എ ആയിരുന്നു 1. യെസ്, ഇവിടേക്ക് എത്തിയപ്പോൾ വലത്തുനിന്ന് ഇടത്തോട്ടായപ്പോൾ സെഡ് ആയി ഒന്നാമത്തേത്. ക്ലിയർ ആയല്ലോ? അപ്പൊ രണ്ടും 2 അറ്റത്തു നിന്നാണ് നമ്മൾ എഴുതുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 2 സൈഡിൽ നിന്ന് എഴുതുമ്പോഴുള്ള പൊസിഷണൽ വാല്യൂ നമുക്ക് കിട്ടി. ഇടതുനിന്ന് വലത്തോട്ട് എഴുതുമ്പോൾ സെഡ് 26 ആണ്. എന്നാൽ വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതുമ്പോൾ എ ആണ് 26ാമത്തെ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ 2 ടൈപ്പിൽ നമുക്ക് പൊസിഷൻ ചോദിച്ചേക്കാം. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് അഥവാ സെഡിൽ നിന്ന് എയിലേക്ക്. രണ്ടാമത്തെ അല്ലെങ്കിൽ ഒറിജിനലി ഏതാണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. ഇത് എ ടു സെഡ്. ഇങ്ങനെയും പൊസിഷണൽ വാല്യൂ ചോദിച്ചേക്കാം. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ ആണല്ലോ? രണ്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഈ ഒരു പൊസിഷണൽ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഒരുപാട് ടോപ്പിക്കിലെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സീരീസ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്, അതിൽ നിന്ന് ആൻസർ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക് ഉണ്ട്, അതിന് ആൻസർ ചെയ്യാം. കോഡിംഗ് ഉണ്ട്, ആൽഫബറ്റിക് ടെസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് അധികം ടോപ്പിക്കിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു ആൽഫബറ്റിക് പൊസിഷണൽ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അഥവാ സ്ക്വയർ, ക്യൂബ്, പിന്നെ പ്രൈം നമ്പേഴ്സ്, ഇതൊക്കെ ഇതിന് ആവശ്യമാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഏത് സംഭവം ചെയ്യുകയാണെങ്കിലും ഇപ്പം മാറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാത്സുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യങ്ങൾ ചെയ്യണമെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരും. ഇപ്പം മാറ്റിലെ ടോപ്പിക്കിലേക്ക് വന്നാൽ ഞാൻ പറഞ്ഞ സീരീസ്, ക്ലാസിഫിക്കേഷൻ, കോഡിങ്, അതുപോലെ തന്നെ അനലോജി, പിന്നെന്താണ് മിസ്സിംഗ് ക്യാരക്ടേഴ്സ്, ഈ പറയുന്ന ടോപ്പിക്കിലേക്കൊക്കെ നമുക്ക് ഏത് ആവശ്യമുണ്ട്? ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ആണെങ്കിലും പിന്നെ സ്ക്വയർ, ക്യൂബ്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, ഇതൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ ഈ അനലോജി അടക്കമുള്ള എല്ലാത്തിലേക്കും ആവശ്യമുണ്ട് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിന് 2 സൈഡിൽ നിന്നുള്ള പൊസിഷണൽ വാല്യൂസും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതിനെ ഞാൻ ഒന്നും കൂടെ മാറ്റി എഴുതാണ്. നിങ്ങൾ നോക്കി 2 ഹാഫ് ആക്കി. അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് 26 ആണ്. നമ്മൾ ഇടത്തു നിന്നുള്ളതും ഇടതിട്ട് വലതും വലതുനിന്ന് ഇടത്തോട്ടുള്ളത് പറഞ്ഞു. ഇനി ഞാൻ പറയുന്നത് നോക്കി നിങ്ങളെ, ഈ 26 ലെറ്റേഴ്സിനെ ഞാൻ 2 ഭാഗങ്ങളാക്കിയാൽ നമുക്ക് ഒരു ഭാഗത്ത് 13 ലെറ്റേഴ്സ് അല്ലേ വരിക. അങ്ങനെ ഇതിനെ ഞാൻ 2 ഭാഗങ്ങളാക്കിയതാണ് ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്, അഥവാ 1-ാം പാതി 2-ാം പാതി എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ 1-ാം പകുതി ആക്കിയതാൽ ആദ്യത്തെ 13 ലെറ്റേഴ്സ് വരും. ആ 13 ലെറ്റേഴ്സ് ആണ് ഇവിടെ എ മുതൽ എം വരെ ഉള്ളത്. ഇനി 2-ാമത്തെ പകുതി എന്ന് പറയുന്നത് എൻ മുതൽ ഏത് വരെ? സെഡ് വരെ വരും. അതും എന്താണ്? സെക്കൻഡ് ഹാഫ് ആണ്. ഇതും ഒരു 13 അഥവാ 14 മുതൽ 26 വരെയുള്ളതാണ്. 14 മുതൽ 26 വരെയുള്ളതാണ് 2-ാമത്തെ പകുതി എന്ന് പറയുന്നത്. 1-ാമത്തെ പകുതി എന്ന് പറഞ്ഞാൽ എ മുതൽ എം വരെയുള്ള ആദ്യത്തെ 13 ലെറ്റേഴ്സുമാണ്. ക്ലിയർ ആണല്ലോ? ഇനി നോക്കിയേ, ഇതിന് ഞാൻ ഇവിടെ പൊസിഷണൽ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. യെസ്. ഇനി ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിനെ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് ഈസി ആക്കി തരാൻ പോവുകയാണ്. നല്ലോണം ശ്രദ്ധിച്ചോണം. ഇവിടുന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ പൊസിഷണൽ വാല്യൂസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആ കാര്യം ഒന്നുകൂടെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒന്നുകൂടെ ഞാൻ പറയുന്നു, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ എ ആണ് 1, സെഡ് എത്രയാണ്? 26 ആണ്. സെഡ് 26 ആണ്. ഇനി അതേ സാധനം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ സെഡ് 1 ആണ്, എ 26 ആണ്. ഈ ഒരു സാധനം നിങ്ങളെ മനസ്സിലുണ്ടാവണം. എന്നാലാണ് അടുത്ത സ്ലൈഡ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, യെസ്. ഇത് നോക്കിയേ, ഞാൻ 2 ഹാഫ് ആക്കിയിട്ട് തൊട്ട് മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതിനെ ഞാൻ ഇവിടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇതിനാണ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. എം വരെ. സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ എൻ മുതൽ സെഡ് വരെ ഇവിടെ മുതൽ ഇങ്ങോട്ടേക്കായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടേക്ക് എത്തിയപ്പോൾ എന്ത് ചെയ്തു? തല തിരിച്ചെഴുതി. സെക്കൻഡ് ഹാഫിനെ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആണോ? സെക്കൻഡ് ഹാഫിനെ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. യെസ്. അതെന്തിനാന്ന് ചോദിച്ചാൽ, എപ്പോഴും നമുക്ക് വളരെ പെട്ടെന്നല്ലേ ആൻസർ കിട്ടേണ്ടത്. എല്ലാ സമയത്തും, പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക്, അതും കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടണം. ആ പെട്ടെന്ന് ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ അതിനെ ഷോർട്ടാക്കി പോണ്ടേ. നിങ്ങൾ നോക്കിയേ, ഇവിടെ
എ എന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അഥവാ ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതുമ്പോൾ എ ഒന്നാണല്ലോ, ഇതാ എ ഒന്ന് തന്നെയാണ്. യെസ്, സെഡ് എത്രാമത്തെ ആളാ? സെഡ് ഇതാ 26 അപ്പൊ ഏതിന്റെ നമ്പർ കിട്ടും? ഇവിടെ ഇങ്ങനെ നോക്കിയാൽ മതി, ഇങ്ങനെ നോക്കിയാൽ മതി. ഇപ്പോൾ പി ആണെങ്കിൽ ദാ പി 16, എസ് 19 എന്നുള്ള രീതിയിലേക്ക് കിട്ടും. ഇത് ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിയേ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എഴുതുമ്പോൾ നമുക്ക് അതിന്റെ കറക്റ്റ് പൊസിഷൻ അവിടെ തന്നെ ഉണ്ടല്ലോ. സെക്കൻഡ് ഹാഫിന് നമ്മൾ ജസ്റ്റ് റിവേഴ്സ് ഓർഡറിൽ എഴുതിയെന്നേ ഉള്ളൂ. പ്രയാസം ഉണ്ടോ? അതുകൊണ്ട് ഒരു പ്രയാസവും ഇല്ല, നമുക്ക് കറക്റ്റ് പൊസിഷൻ ഉണ്ട്. അപ്പൊ ഓക്കെയാണ്. യെസ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതൂലേ നമ്മള്, അഥവാ സെഡിൽ നിന്ന് എയിലേക്ക് എഴുതൂലേ? സെഡിൽ നിന്ന് എയിലേക്ക് എഴുതുമ്പോഴും നമുക്ക് അതിന്റെ പൊസിഷൻ കിട്ടണ്ടേ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിയേ, ഞാനിതൊന്ന് മായ്ക്കുന്നുണ്ട്. യെസ്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതാ സെഡ് എന്ന് പറയുന്നത് എത്രാമത്തെ ആളാ? ഇവരെടുക്കുക. വൈ 2 വരിക, എക്സ് 3, ഡബ്ല്യു 4, ഇങ്ങനെ വരും. എന്നാണ് 13 വരിക, എന്നാണ് 13 വരിക. നേരത്തെ എം ആയിരുന്നു, ഇപ്പൊ എന്താണ്? സെഡിൽ നിന്ന് എയിലേക്ക് എഴുതുമ്പോൾ എന്നാണ് 13 വരിക. യെസ്, ഇനി നിങ്ങൾ നോക്കിയേ, എം ദാ, യെസ്, ഇവര് തമ്മിലാണ് പെയറായിട്ട് വരിക, ഇവര് തമ്മിലാണ് പെയറായിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, കെ പി എന്ന് പറയുന്നത് 11ാമത്തെ ആളായിരിക്കും, പി എന്ന് പറയുന്നത് 11ാമത്തെ ആളായിരിക്കും. അപ്പൊ കെയുടെ പൊസിഷൻ എന്താന്ന് ചോദിച്ചാൽ ദാ ഇവിടെ വരും, കെ 16ാമത്തെ ആളായിരിക്കും. ഓക്കെ ആണല്ലോ. യെസ്, ഈ എത്രാമത്തെ ആളാ? ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ 5 ആയിരുന്നു, എന്നാൽ ഇവിടേക്ക് എത്തുമ്പോൾ 22 ഓക്കെ ആണോ? യെസ്, ദാ എ നോക്കിയേ നിങ്ങള്, എ 26 സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ അവിടുന്ന് ഇങ്ങനെ ചെറുതാക്കി വന്ന് ജസ്റ്റ് 2 ലൈനിലേക്ക് 2 സൈഡിൽ നിന്നും ഉള്ള പൊസിഷൻ കിട്ടുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു? ഇതിനെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. സോ നിങ്ങൾ ഇതിനെ മനസ്സിലാക്കാം. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്. ഈ ഒരു രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏത് പരീക്ഷയാണെങ്കിലും, മത്സര പരീക്ഷയാണെങ്കിൽ ഈ ഒരു ടേബിൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. ഇതിനെ നിങ്ങൾ എക്സാം ഹാളിലെയോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഈവൻ മോഡൽ പരീക്ഷയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ എഴുതി വെക്കുക. ഈ ഒരു സംഭവത്തെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും കിട്ടുക എന്നുള്ളത് നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് കഴിയുന്നൊരു കാര്യം തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഇനി ഞാൻ ഇതിനെ ഓർത്ത് വെക്കാനുള്ള ചില സംഭവങ്ങളും കൂടെ പറയാം. യെസ്, ഒന്നാമത് ഈ ഇംഗ്ലീഷ് ആൽഫബറ്റിനെ ഓർത്ത് വെക്കാൻ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇജോട്ടി എന്നുള്ളതാണ്. ഇ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, ജെ, ഓ ഇവിടെ ഉണ്ട്, ടി ഉണ്ട്, വൈ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്ത നമ്പേഴ്സിന്റെ ഒക്കെ പൊസിഷൻ നിങ്ങൾ നോക്കിയാൽ മതി. ഈ 5ാമത്തെ ആളാണ്, ജെ 10 ഓ 15 പിന്നെ ടി ഉണ്ട്, ടി 20 വൈ 25 5, 10, 15, അതായത് 5 ലെറ്റേഴ്സ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇജോട്ടി എന്ന് പറയുന്ന ഒരു കോഡിനെ ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. സോ ഇതിനിടയ്ക്കുള്ള ഈക്ക് തൊട്ട് മുമ്പും ശേഷമുള്ള 2 ലെറ്റേഴ്സിനെ നമുക്ക് ഓർത്ത് വെക്കുക എന്നുള്ള അത്ര പ്രയാസമൊന്നുമില്ല. സോ ഇജോട്ടി എന്നുള്ള ഒരു കോഡ് നിങ്ങളെ മനസ്സിലുണ്ടാവുക ആൽഫബറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ? ഇജോട്ടി എന്നുള്ള കോഡ് നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഇനി ചില നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കുക. ഇപ്പോൾ ജി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എങ്ങനെ എഴുതുക? ഇവിടെ ജി എന്നിട്ടിട്ട് ഒരു 8 കൊടുക്കുകയാണ് ചെയ്യുക. ജി എന്ന് പറയുന്ന ആൾ എത്രാമത്തെ? ജി 7 ആണ്. എച്ച് എന്ന് പറയുന്ന ആള് നമ്മൾ ഡ്രൈവിംഗ് സ്കൂള് അല്ലേ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു റോട്ടിലേക്ക് ഇറങ്ങിയാൽ കുറേ എല്ല് വെച്ച വണ്ടി കാണാം. അവരെന്താണ്? ഡ്രൈവിംഗ് പഠിപ്പിക്കുകയാണ്. ഡ്രൈവിംഗ് കഴിഞ്ഞ് നമുക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ എച്ചും 8ഉം ഇടണം. അപ്പൊ എച്ച് എത്രാമത്തെ ആളാണ്? 8ാമത്തെ ആളാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. ഇപ്പൊ ഇവിടെ ജെ എന്ന് പറയുന്നത് ജെ 10ാമത്തെ ആളാണ് അല്ലേ? ജെ 10, ജെ എന്താണ്? 10 നിങ്ങൾ ചിലർ ഇതിനെ ജിയോ എന്ന് വായിച്ചിട്ടുണ്ടാവും. ഇനി അതല്ലെങ്കിൽ ജെ 10 എന്നുള്ളതാണ് വരിക, ജെ 10. യെസ്. ഇനി കെ എത്രാമത്തെ ആളാണ്? കെ എത്രാമത്തെ ആളാ? കെ എന്ന് പറയുന്നത് 11 നമുക്ക് അതിനൊന്ന് എഴുതി നോക്കാം. കെ എന്ന് പറഞ്ഞാൽ 11 ഇനി ഞാൻ ഇതിനിടക്കുള്ള ഈ ഒരു സാധനത്തെ ഒന്ന് വായിച്ചാൽ അതെന്താണ് വായിക്കുക? ഇതെന്താ വായിക്കുക? കെ എന്ന് പറയുന്നത് അയാൾ തന്നെ പറയണു ഞാൻ കിളവനാണ് എന്നാണ് പറയുന്നത്. കെ 11 അഥവാ കിളവൻ എന്നുള്ളത്. യെസ്. അപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഏറ്റവും വയസ്സനായിട്ടുള്ള ആൽഫബറ്റ് ആരാന്ന് ചോദിച്ചാൽ, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഏറ്റവും വയസ്സനായിട്ടുള്ള ആരാണ്? ഞാൻ ആൻസർ നിങ്ങളോട് പറഞ്ഞു, ദ കെ ആണ് വരിക. കാരണം എന്താണ്? കിളവൻ അല്ലേ? യെസ്, കിളവനാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇങ്ങനെ ആൽഫബറ്റിനെ നിങ്ങൾ എന്ത് ചെയ്യാം? ജസ്റ്റ് പഠിച്ചു വെക്കാം. ഇത് നിങ്ങളെ മനസ്സിലുണ്ടാവണം കേട്ടോ. ഈ ജോട്ടി. ഒറ്റ ചോദ്യം കൂടെ, ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എന്താ പറയാ, നായക്കും പട്ടിക്കും ഒക്കെ ഇഷ്ടപ്പെട്ട ലെറ്റർ ഏതാ?
നിങ്ങൾക്ക് അറിയോ നോക്കട്ടെ. നിങ്ങൾ ഇതിൻ്റെ ഷോർട്ടിൽ കമൻറ്റ് ചെയ്യൂ. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആൻസർ പറഞ്ഞുതരും. യെസ്, ഇംഗ്ലീഷ് ആൽഫബറ്റിൽ നായക്കും പൂച്ചയ്ക്കും പട്ടിക്കും ഒക്കെ ഇഷ്ടപ്പെട്ട ആൽഫബറ്റ് ഏതാണെന്ന് ഞാൻ നോക്കട്ടെ. നിങ്ങൾക്ക് അറിയുമെന്ന് നോക്കട്ടെ, കമൻറ്റ് ചെയ്യണേ. യെസ്, അപ്പോൾ ഇത് ഇജോട്ടി എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇജോട്ടി എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. 5, 10, 15, 20, 25 എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഇന്ന് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇത് പഠിക്കാതെ നിങ്ങൾ ഒരിക്കലും മാത്സിൻ്റെയോ മെൻ്റൽ എബിലിറ്റിയുടെ ക്ലാസ്സുകൾ കണ്ടു തുടങ്ങരുത്. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ്, ബേസിക്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ മക്കളെ, ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇതിനെ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ നിർബന്ധമായിട്ട് പഠിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അടുത്ത ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ മെൻ്റൽ എബിലിറ്റിയുടെയോ മാത്സിൻ്റെയോ ഒക്കെ ക്ലാസ്സുകൾ കണ്ടു തുടങ്ങാൻ. പ്രത്യേകിച്ച് മാത്സിൻ്റെ എന്ന് പറയുമ്പോൾ ആൽഫബറ്റ് വേണ്ടെങ്കിൽ സ്ക്വയറും ക്യൂബും മറ്റതിലൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. മെൻ്റൽ എബിലിറ്റിയിലേക്ക് എത്തുമ്പോൾ ഇതും നിർബന്ധമായിട്ടും പഠിക്കുക. ഇത് പഠിക്കാതെ നിങ്ങൾ അടുത്ത ക്ലാസ്സുകളൊന്നും കാണരുത്. അപ്പോൾ നമ്മൾ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്.